യേശുവും തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു സമയം, സക്കായി എന്ന് പറയുന്ന കുള്ളനായ മനുഷ്യൻ യേശുവിനെ കാണുവാനുള്ള വലിയ ആഗ്രഹത്തിൽ ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി. ആ കാട്ടത്തിയുടെ താഴെ എത്തിയപ്പോൾ കൃത്യമായിട്ട് കർത്തൻ ആ സക്കായിയെ വിളിച്ച് താഴെ ഇറക്കി അവന്റെ ജീവിതത്തിന് മേൽ വലിയ പരിവർത്തനം നടത്തി. അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ കൂടെ കടന്നു വരുന്ന സകല അനുഗ്രഹങ്ങളും അന്നു മുതൽ അവന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായി. പ്രിയരെ, യേശുവിന്റെ അരികിലേക്കൊന്ന് ചെല്ലാൻ നീ തയ്യാറെടുക്കാമോ? അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ അനുഗ്രഹം നിന്റെയും ജീവിതത്തിന്റെ മേൽ ശ്രേഷ്ഠമായി എത്തും. ഇവിടെ സക്കായി എന്ന് പറയുന്ന ആ മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അവൻ വളരെ ബന്ധപ്പെട്ട് ആ കാട്ടത്തിയുടെ മുകളിൽ കയറി. നമ്മുടെ നാട്ടിലെ രീതി പറഞ്ഞാൽ ഒരു ടാക്സ് കളക്ടർ യേശുവിനെ കാണണം, എന്നാൽ യേശു എന്നെ കാണരുത് എന്നുള്ള ആഗ്രഹത്തിലാണ് മുമ്പോട്ട് യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് അവൻ ഓടിച്ചെന്ന് മരത്തിന്റെ മുകളിൽ കയറിയത്. പൊക്കക്കുറവുള്ളത് കൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ചെന്ന് അവനെ കാണുക ബുദ്ധിമുട്ടാണ്. ആ ദിവസം വരെ അവൻ മറ്റുള്ളവരോട് കാണിച്ച സ്വഭാവവും അവനെ യേശുവിന്റെ അരികിലേക്ക് എത്തിക്കുവാൻ തടസ്സമായി നിൽക്കും എന്ന് അവൻ പ്രതീക്ഷിച്ച് കാണുമായിരിക്കും. എന്തായാലും ആ മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ യേശു സക്കായിയെ വിളിച്ച് താഴെ ഇറങ്ങി വന്ന ആ സക്കായിയോട് പറയുക, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ അന്തി ഉറങ്ങാൻ പോവുകയാണ്, നിന്റെ വീട്ടിൽ സൽക്കാരത്തിന് എത്തുകയാണ്. ആ യേശുവിന്റെ സംസാരം അവിടെ ആരംഭിക്കുന്ന നിമിഷത്തിൽ തന്നെ അവനിൽ യഥാർത്ഥമായൊരു മാനസാന്തരം ശക്തിപ്പെടുവാനിടയായി. പിന്നീട് അവൻ പറയുന്നത്, ചതിച്ചു വാങ്ങിയ സകലതും 4 ഇരട്ടിയായി മടക്കി കൊടുക്കാം എന്നുള്ള ഒരു പ്രത്യേക കാര്യമാണ്. ഇതൊന്നും കേൾക്കാതെ, ഇതൊന്നും അറിയാത്ത, ഇവനിൽ വന്ന മാനസാന്തരത്തെ, ഇവന്റെ അകത്തളത്തിൽ ചലിച്ച ആ വിഷയത്തെ മനസ്സിലാക്കാത്ത ഒരു കൂട്ടർ വിളിച്ചു പറഞ്ഞു, അവന്റെ സക്കായിയുടെ വീട്ടിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ കുറ്റം പറഞ്ഞു. പ്രിയ ദൈവ പൈതലെ, യേശുവിനെ കാണാൻ വേണ്ടി നീ മുമ്പോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെ കുറ്റം പറഞ്ഞേക്കാം, പള്ളു പറഞ്ഞേക്കാം, മറ്റുള്ളവർ നിനക്കെതിരായിട്ട് ദൂഷണവാക്കുകൾ സംസാരിച്ചേക്കാം. പക്ഷേ നിനക്ക് സംഭവിച്ച മാറ്റം, നിന്നിൽ സംഭവിച്ച വിടുതൽ, നിന്റെ ആന്തരിക മനുഷ്യനിൽ ചലിക്കപ്പെട്ട ആ സൗഖ്യം, വ്യക്തമായ മാനസാന്തരം, അത് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാനൊരു ഫലം കഴിക്കുകയാണെങ്കിൽ, അത് നമ്മുടെ നാട്ടിലെ മാങ്ങയോ ചക്കയോ അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാവിന്മേൽ ഉണ്ട്. ആ കഴിച്ച ഫലത്തിൻ്റെ ടേസ്റ്റ് എത്ര തന്നെ നമ്മുടെ അടുത്ത് നിൽക്കുന്നവന് പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവൻ ആ ടേസ്റ്റ് ലഭിക്കണമെങ്കിൽ ഞാൻ കഴിച്ചതുപോലെ പഴുത്ത ഒരു മാങ്ങ അവനും കഴിക്കണം, എന്നാലേ ആ ടേസ്റ്റ് പിടികിട്ടത്തുള്ളൂ. ഇതുപോലെ നസ്രയനാകുന്ന യേശുവിനെയും യേശുവിൽ നിന്ന് കേട്ട ആ വചനത്തെയും യേശുവിൽ കൂടിയുള്ള യഥാർത്ഥമായ രൂപാന്തരവും സൗഖ്യവും വിടുതലും കുടുംബജീവിതത്തിൽ ലഭിക്കുന്ന സ്വസ്ഥത, നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ആ ദൈവത്തിൻ്റെ ആ ശക്തിയും സൗഖ്യവും, നമ്മുടെ ആന്തരിക മനുഷ്യൻ വല്ലാതെ മുറിക്കപ്പെട്ടിരിക്കുമ്പോൾ ഒരു കൗൺസിൽ കൊണ്ടും സൗഖ്യമാകാത്ത വിഷയം യേശുവിൻ്റെ അരികിലേക്ക് കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങൾ, അത് അച്ഛന്മാരാകാം, പാസ്റ്റർമാരാകാം, കന്യാസ്ത്രീമാരാകാം, നമ്മുടെ സഭയിലോ പള്ളിയിലോ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാർ, ബ്രദേഴ്സ് ആകാം, ഒരു സോദരി സമാജക്കാരാകാം, ആരുമായിക്കോട്ടെ, അവർ വന്ന് 1-2 വചനഭാഗങ്ങൾ അവർക്ക് അറിയാവുന്നത് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചലിക്കുന്ന ഒരു വിടുതലില്ലേ, ആ വിടുതൽ ഒരു വൈദ്യനും തരാൻ പറ്റില്ല. അത്രയും അനുഭവത്തിനകത്തിൽ നിന്ന് വിളിച്ചു പറയുന്നത്. പ്രിയരെ, അത് നിങ്ങളുടെ ജീവിതത്തിലുള്ള സത്യമല്ലേ? ഒരു മനുഷ്യനെ കൊണ്ടും ചെയ്യാൻ കഴിയാത്തത് വചനത്തിന് ചെയ്യാൻ പറ്റും. യേശുവിനെ വിശ്വസിക്കുമ്പോൾ ആ യേശുവിൽ കൂടെ അത് നമ്മിലേക്ക് വെളിപ്പെടുകയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ആ സക്കായിയുടെ അരികിലേക്ക് കടന്നു വന്ന യേശു അവന്റെ ജീവിതത്തെ വ്യക്തമായി മാറ്റിമറിക്കുകയാണ്. അവന് സമ്പത്തിനൊന്നും ഒരു കുറവുമില്ല, പക്ഷേ അവന് മനസ്സിലായി യേശുവിനെ കണ്ടാൽ ചിലതൊക്കെ സംഭവിക്കുമെന്ന്. അവൻ അതിനാ ബന്ധപ്പെട്ടത്. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. യേശു അവൻ്റെ വീട്ടിൽ കയറി ചെന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിനെ കാണാൻ നീ ഒന്ന് ആഗ്രഹിച്ചാൽ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, ആ യേശു നിന്റെ കുടുംബത്തിനകത്തിലേക്ക് കടന്നു വന്നാൽ നിന്റെ സ്ഥിതികൾക്ക് വ്യക്തമായ മാറ്റത്തെ തരുവാൻ ആ നല്ല കർത്താവ് ശക്തനാണ്. സക്കായിയുടെ വീട്ടിനകത്തിലേക്ക് കയറി ചെന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം അന്ന് മുതൽ യഥാർത്ഥമായിട്ട്
ആ സക്കായിയുടെ വീട്ടിനകത്തിൽ ഉടലെടുക്കുവാൻ അല്ലെങ്കിൽ ആരംഭിക്കുവാൻ, ഒന്നുകൂടെ കയറ്റി പറഞ്ഞാൽ മുരടിച്ചു പോയ വൃക്ഷം അവിടെ നിന്ന് പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയെങ്കിൽ നിന്റെ ജീവിതയാത്രയിലും ഇന്ന് വരെ നീ ഒരു മുരടിപ്പ് പോലെ ഒരു വളർച്ചയുമില്ലാതെ സകലതും അസ്തമിച്ച നിലവാരത്തിൽ നിൽക്കുന്നു എങ്കിൽ യേശുവിനെ കണ്ടുമുട്ടുന്ന ആ നിമിഷം മുതൽ ഒരു വലിയ തളിർപ്പ് ആരംഭിക്കും. യേശുവിൽ കൂടെയുള്ള തളിർപ്പാണോ? പിന്നൊന്നും നോക്കണ്ട, അതിനകത്ത് ഫലമുണ്ടാകും. അത് വിത്തായി മാറും. അനേകർക്ക് ആശ്വാസത്തിനും വിടുതലിനും നീയും നിന്റെ കുടുംബവും കാരണമായി ഭവിക്കുവാനിടയാകും. കർത്താവിലേക്ക് കടന്നു വന്നാൽ ആ അറിവ് നിന്നെ വ്യത്യസ്തനാക്കും. നിന്റെ ജീവിതം ആകമാനം മാറും. നീ ഒരു അത്ഭുതമായി മാറുവാനിടയാകും. പ്രിയരെ, ആ യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു പോവാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അസാധാരണമായ വിടുതലിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വചനങ്ങളെ യഥാർത്ഥമായി ശിരസ വഹിച്ചുകൊണ്ട് കർത്തന്റെ സാന്നിധ്യത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യാൻ, അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കാൻ യേശു കർത്താവ് നിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്ന് നിന്നെ ആ നന്മകളിലേക്ക് ശ്രേഷ്ഠമായി വഴി നടത്തുവാൻ ഇടയാകും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലസ് യു ജീസസ് നെയിം. ആമേൻ.